ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പോട്ട് ഹാങ്ങർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഈ ഒരു ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കയറെന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു കടയിൽ നിന്ന് ഞങ്ങളിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 10 രൂപയുള്ളൂ ആകെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നീല കളർ കൊണ്ട് 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നോക്കാം. നല്ല ബലമുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റുള്ള ചെടിച്ചട്ടി വേണമെങ്കിലും ഇതുമ്പോൾ തൂക്കിയിടാം. ഇനി നമുക്ക് ഇതിന് വേണ്ട അളവ് എത്രയും നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ഇത് 3 മീറ്റർ വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ 3 മീറ്റർ നീളം. അങ്ങനെ ആ നീളത്തിൽ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാങ്ങിങ്ങിന് വേണ്ടതാണ് ഇത് കേട്ടോ. ഇത്രയും പീസുകൾ 6 പീസ് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ അതാ നമ്മളിത് ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ മുറിക്കാത്ത ഭാഗം, മറ്റേ ഭാഗം ഇതേപോലെ ഒപ്പം പിടിക്കണം. കണ്ടോ, 2 ഭാഗവും ഒരേ വലുപ്പത്തിലാക്കിയിട്ട് നമ്മൾ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇവിടെ നമ്മൾ നോട്ടിടുക. അങ്ങനെ നമ്മൾ ഈ 3 എണ്ണത്തിന് ഇതുപോലെ നോട്ട് ഇട്ടുകൊണ്ട് എടുക്കുക. ഒരേ വലുപ്പത്തിൽ ഈ നോട്ടും 3ഉം ഒരേ സ്ഥലത്ത് തന്നെ വരുന്ന രീതിയിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതാ ഈ മെടച്ചിലാണ്. അപ്പോൾ നമ്മൾ ഈ കയറൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മടഞ്ഞെടുക്കണം. പഴയ ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ ഈ മെടച്ചിൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരൊക്കെ പണ്ട് ചെയ്തിരുന്നു. നമ്മൾ തള്ളവിരലിലൊക്കെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ മടഞ്ഞെടുത്തിരുന്നു പണ്ട്. ചരടൊക്കെ കയ്യുമ്പോൾ കെട്ടാനും ഇതിനൊക്കെ ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് ശരിക്കും അറിയുണ്ടാവും ഈ മെടച്ചിൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇനി നമ്മൾ ഈ നോട്ട് ഇട്ടതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കയ്യിലുള്ള ഇത് രണ്ടും ഒരുമിച്ച് കിടത്തിയിട്ട് ഇതിങ്ങനെ ഇപ്പുറത്തോട്ട് പിടിക്കുക. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഈ കയർ രണ്ടും ഇങ്ങനെ എടുത്തിട്ട് ഒരു വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ടൈറ്റായി നിൽക്കും. അപ്പോൾ ഇത്ര ടൈറ്റ് മതി. പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ എടുത്തിട്ട് വലിക്കുക. അപ്പോൾ ഒരേപോലെ ആവാൻ ശ്രമിക്കുക. ഒരേപോലെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഓരോ നോഡുകളും. അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടഞ്ഞ് മുഴുവനാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി. ഇനി ഇത് ഈ ഒരു ഭാഗം നമുക്ക് ആ ചട്ടി ഇട്ട് വെക്കാനുള്ള സ്ഥലം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതിവിടെ കെട്ടിട്ട് നിർത്തണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കെട്ടിടാം. ഈ ഇപ്പോൾ നമ്മൾ ചെട്ടിയോട് നീന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ അത് മുഴുവനായിട്ട് പുറത്തെടുത്ത് ഒരു വലിച്ചു കൊടുത്താൽ അവിടെ ടൈറ്റായി നിന്നോളും. അപ്പോൾ ഇതിവിടെ കെട്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ഇത് 3ഉം അങ്ങനെ നിറഞ്ഞെടുക്കാം. അപ്പോൾ ഞങ്ങളിത് അങ്ങനത്തെ 3 എണ്ണം മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ചട്ടി വെക്കാനുള്ള ഭാഗം ശരിയാക്കിയെടുക്കാം. നമ്മളിത് അങ്ങനെ ഈ 3 എണ്ണത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക, ഇതിൽ നിന്ന് ഒരു പീസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഇത്ര അകലം വിട്ടിട്ട് ഇവിടെ നോട്ടിട്ട് കൊടുക്കുക. വീണ്ടും ഇതിലത്തെ 1 എടുക്കുക, ഇതിൻ്റെ 3ാമത്തതിൽ നിന്ന് 1 എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒരേ ഒപ്പാവാൻ ശ്രമിക്കണം. ബാക്കി വരുന്ന ഈ 2 എണ്ണം കൂട്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഒപ്പാവണേ. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇവിടെ കൂട്ടി പിടിച്ചിട്ട് ഇതെല്ലാം പാടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇവിടെ ഒരു നോട്ടിടുക. നമുക്ക് എസ്കുളത്ത് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഞങ്ങളെ ടൗണിലൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ വീട്ടിലൊരു കമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പിയാണ് ഞങ്ങൾ ഇതിന് കുളത്തായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് വലിയ ബലമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിത് കൂട്ടിയിട്ട് ഒന്നിച്ചൊരു ഇതാക്കിയിട്ടാണ് ഈ കുളത്തുണ്ടാക്കുന്നത്. അപ്പോൾ കാണിക്കാം.
അപ്പോൾ അതാ നമ്മൾ ഈ കുളത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ കുളത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഈ കമ്പി നമ്മളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഴയ ഒരു ആങ്കർ ഉണ്ടായില്ലേ, ആ ആങ്കർ ഉപയോഗിച്ചിട്ട്, കമ്പിൻ്റെ ആങ്കർ ഉണ്ടായിരുന്നല്ലോ, ആ ആങ്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള കുളത്തുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേറെ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. ഇത് കുറച്ചൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 ചുറ്റാക്കി എടുത്തിരിക്കുന്നത്. കാരണം അത് അധികം വളച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ കോർത്തെടുക്കാൻ നോക്കാം. നമ്മൾ ഈ 3 ഇത് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നേരെ ലെവലിൽ തന്നെ പിടിക്കുക. എന്നിട്ട് ഇതങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഇതിങ്ങനെ വട്ടത്തിൽ ഇതാക്കി പിടിച്ചിട്ട് അത് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അപ്പം നമ്മൾ ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനത്തിന് തന്നെയാണ് 20 രൂപ കൊടുക്കണം. ഇപ്പോൾ ഇത് നമുക്ക് ആകെ 10 രൂപ കൊണ്ട് ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ലാഭമല്ലേ. അപ്പോൾ ഒരുപാട് ചെടികളൊക്കെ ഹാങ് ചെയ്യണവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഇതിൽ തൂക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്ടോ, അത് ഇതുപോലെ ഇരിക്കും നമ്മൾ ചട്ടി ഈ ഹാങ്ങറിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ കുറച്ച് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൂക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹാങ്ങർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൽ ഇഷ്ടമല്ല ഏത് ചെടി വേണമെങ്കിലും വെക്കാം. നമുക്ക് അപ്പോൾ ഇതാ നമ്മളെ ചട്ടി ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അതിലൊരു ചെടിച്ചട്ടി ഇറക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലൊക്കെ മണ്ണ് നിറച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വെക്കണം. ഞങ്ങളിതിവിടെ ഹാങ്ങിങ്ങിൻ്റെ കുറച്ച് ചെടിയുണ്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാൻ എഴുതിയിട്ടാണ് ഈ ചട്ടികളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇനി അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.